സർ, വെള്ളക്കരം, വൈദ്യുതി ചാർജ്, വീട്ടുകാരൻ, കുട്ടികളുടെ ഫീസ്, ഭൂനികുതി, എന്തിനധികം മദ്യത്തിൻ്റെ വില വരെ കൂടി. സർ, ആകെ കൂടാത്തതായിട്ടുള്ളത് ഈ ക്ഷേമനിധിയിലുള്ള അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ തുകയാണ്. സർ, മറ്റ് പെൻഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ഷേമനിധിയിലെ തൊഴിലാളികൾ അംശാദായം അടയ്ക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ആ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ആലോചിക്കും. അതുപോലെ ഈ ഈറ്റ, കാട്ടുവള്ളി, തഴ തൊഴിലാളികൾ, ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഞങ്ങളുടെയൊക്കെ മേഖലയിൽ നിരവധി ആളുകളുള്ള ഒരു പ്രദേശമാണ്. സർ, അവരുടെ അംശാദായം, സർക്കാർ കൊടുക്കേണ്ടുന്ന അംശാദായം ബോർഡിന് കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അത് അടിയന്തരമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ, ഒന്നാം ഘട്ടം പറഞ്ഞ 2016 വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഇപ്പോൾ ഉള്ള കാര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറേ, തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളും മറ്റ് വിവിധ വകുപ്പുകളുടെ കീഴിൽ 18 ബോർഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിൽ വകുപ്പിൻ്റെ കീഴിലെ ക്ഷേമനിധി ബോർഡുകളിൽ 67 ലക്ഷത്തിലധികം തൊഴിലാളികൾ അംഗത്വം എടുത്തിട്ടുണ്ട്. സാർ, ഉടനെ തന്നെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യം പ്രയാസമാണ്. ഭാവിയിൽ നമുക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാം.